സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നു. അതുമാത്രമല്ല, ആ സംസ്കാരങ്ങൾക്കനുസൃതമായിട്ടുള്ള വിവിധ വസ്ത്രസങ്കല്പ രീതികളുമുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തെയും കാലാവസ്ഥകൾക്കനുസൃതമായിട്ടുള്ള വസ്ത്രസങ്കല്പ രീതികൾ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവിടങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നു. ഏഷ്യയിലെ വസ്ത്രസങ്കല്പ രീതിയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. ഇതേപോലെ തന്നെ വ്യത്യസ്തമാണ് അമേരിക്കയിലെ വസ്ത്രസങ്കല്പ രീതി, അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വസ്ത്രസങ്കല്പ രീതി. ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ കൊച്ചു കേരളം തന്നെ എടുക്കുക. വളരെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന രീതികളിലേക്ക് നോക്കുമ്പോൾ അന്നത്തെ വസ്ത്രസങ്കല്പ രീതി എത്രമാത്രം വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നതായ വസ്ത്രങ്ങൾ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വസ്ത്രങ്ങൾ നോക്കുമ്പോൾ എത്രമാത്രം വ്യത്യസ്തമായിരുന്നു. ഇന്നത്തേതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ പഴയ കാലത്തെ ആളുകളെ നാം വളരെയധികം സമ്മതിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. വസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താണോ അത് 100% സാധൂകരിക്കത്തക്ക നിലയിലുള്ളതായ വസ്ത്രസങ്കല്പ രീതിയായിരുന്നു അന്നത്തെ ആളുകൾ വച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ ഈ കാലത്ത് നാം ഉപയോഗിക്കുന്നതായ വസ്ത്രങ്ങൾ പഴയ കാലത്തിൽ നിന്നും എത്രയധികം വ്യത്യസ്തങ്ങളായി കഴിഞ്ഞു. കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, യുവാക്കൾ ഉപയോഗിക്കുന്നത്, പ്രായമുള്ളവർ ഉപയോഗിക്കുന്നത് ഒക്കെ വളരെയധികം വ്യത്യസ്തങ്ങളായി കഴിഞ്ഞു. പുതിയ പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വിപണിയിൽ ഇപ്പോൾ സുലഭമായിട്ടുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാണ് വസ്ത്രമെങ്കിൽ, ആധുനിക കാലത്ത് മനുഷ്യൻ്റെ നഗ്നതാ പ്രദർശനത്തിനു വേണ്ടിയുള്ള ഉപാധിയായി ഇതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു വസ്ത്രസങ്കല്പ രീതി ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? നാം ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ തെളിവ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്, വലിയവനായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് ഏദൻ തോട്ടത്തിൽ അവനെ ആക്കിയപ്പോൾ അവനും ഭാര്യയ്ക്കും ദൈവം കൊടുത്ത തേജസ്സിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ഒരിക്കലും നശിച്ചു പോകാത്ത, നഷ്ടപ്പെടാത്ത, നല്ല തിളക്കമുള്ള തേജസ്സേറിയ ഒരു വസ്ത്രം അവനുണ്ടായിരുന്നു. എന്നാൽ ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവന് ദൈവം നൽകിയതായ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് ഈ കാണുന്നതായ വസ്ത്രസങ്കല്പ രീതികളൊക്കെ ഇന്ന് ലോകത്തിലുണ്ടായത്. വാസ്തവത്തിൽ ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ആ തേജസ്സിൻ്റെ വസ്ത്രം കൊണ്ട് ആദമിന് ദൈവത്തോടു കൂടെ നിത്യത മുഴുവനും വാസം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. നമുക്കറിയാം, ചന്ദ്രനിലേക്ക് പോകുന്നതായ ഒരു വ്യക്തി നാം സാധാരണ ധരിക്കുന്നതായ വസ്ത്രം ഉപയോഗിച്ച് പോകുവാൻ സാധ്യമല്ല. പ്രത്യേകമായി നിർമ്മിച്ചതായ വസ്ത്രം അദ്ദേഹം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇതേപോലെ തന്നെയാണ് ആത്മലോകത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള തേജസ്സിൻ്റെ വസ്ത്രവും. ആദാമ്യവർഗത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും തേജസ്സില്ലാത്തവനായി ജനിച്ചു വീഴുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് തേജസ്കരണം പ്രാപിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ അവൻ്റെ ശരീരവും തേജസ്കരണം പ്രാപിക്കുന്നു. അങ്ങനെ തേജസ്കരണം പ്രാപിച്ച ശരീരവും ആത്മാവും വലിയവനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവനും വാസം ചെയ്യുന്നു.
ഈ ലോകത്തിൽ നാം ഉപയോഗിക്കുന്ന ഏതെല്ലാം വസ്ത്രങ്ങൾ, ഏതെല്ലാം ഫാഷനുകളിലുള്ളതായിരുന്നാലും അതെല്ലാം മരണം വരെ മാത്രമേ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ അവിടെ ഉപയോഗിക്കാവുന്ന തേജസ്സിൻ്റെ വസ്ത്രമുണ്ട്. അത് സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന തേജസ്സേറിയ വസ്ത്രമാണ്. അത് സ്വീകരിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഇന്ന് രാവിലെയും സ്വർഗീയനാദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങൾ ഈ ലോകത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിച്ച് മാറ്റപ്പെടുന്നതാണെങ്കിൽ ഇതിനപ്പുറമായിട്ട് ഉപയോഗിക്കുന്ന നിത്യതയുടെ തേജസ്സിൻ്റെ വസ്ത്രം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രാപിക്കുവാൻ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുവദിക്കണമേ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മാധുര്യമേറിയ തിരുവചനം ഓരോ ദിനവും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. കർത്താവിൽ ബലം ധരിപ്പിൻ, കർത്താവിൽ ബലം ധരിപ്പിൻ, കർത്താവിൽ ബലം ധരിപ്പിൻ, കർത്താവിൽ ബലം ധരിപ്പിൻ. ഓർക്കളമേടുകൾ ചാടിക്കയറുവിൻ, കർത്താവിൽ ബലം ധരിപ്പിൻ. ഓർക്കളമേടുകൾ ചാടിക്കയറുവിൻ, കർത്താവിൽ ബലം ധരിപ്പിൻ.